ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു നഴ്സറി വിസിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള ഒരു ഹൈടെക് നഴ്സറി, അതിൻ്റെ വിസിറ്റും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് PSN ഹൈടെക് നഴ്സറി എന്ന പേരുള്ള ഒരു നഴ്സറിയാണ്. നമ്മുടെ പെരിന്തൽമണ്ണയിൽ ജൂബിലി റോഡിലാണിത് ഉള്ളത്. അപ്പോൾ അതിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണുക. ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയട്ടെ, ഇത് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള അത്ര അല്ല ഉള്ളത്. ഒരുപാട് വാസ്റ്റ് ഏരിയയിൽ ഒത്തിരി ചെടികളുടെ കളക്ഷൻ ഉണ്ട് ഇവിടെ. ചെടികളുടെയും പോട്ടിൻ്റെയും വളങ്ങളുടെയും കീടനാശിനികളുടെയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഈ എൻട്രൻസിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത് മൊത്തം ബോഗൺവില്ല പ്ലാന്റ്സ് ആണ്. അതായത് നമ്മൾ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ വെച്ചിട്ടുള്ളത് നിറയെ ബോഗൺവില്ല പല കളറിലുള്ളത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വലിപ്പത്തിലുള്ള പോട്ടുകളാണ്. പിന്നെ അതിൻ്റെയൊക്കെ തന്നെ പ്രൈസ് ടാഗും ഉണ്ട് എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും വർക്കേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പ്ലാന്റ്സിനെ പരിചയപ്പെടുന്നുണ്ട്, വിലയുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ വലിയ ഒരു താമരയുടെ 2 വലിയൊരു ബേസിൻസ് ആണ്. അപ്പോൾ ആ ഒരു പൂക്കൾക്ക് തന്നെ വലിപ്പം കണ്ടില്ലേ, അത്യാവശ്യം ഒരു തേങ്ങയുടെയൊക്കെ അത്ര വലിപ്പം, ഒരു കൊതിക്കാത്ത തേങ്ങയുടെയൊക്കെ അത്ര വലിപ്പമുണ്ട് ഒരു പൂവിന് തന്നെ. അപ്പോൾ ഈ പോട്ടിൽ 1500 രൂപയാണ് അവർ വില എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ പൂവും ചെടിയും കാണുമ്പോൾ തന്നെ വലിയ വിലയുള്ള ചെടികളാണ് ഇവിടെയെന്ന് വിചാരിക്കരുത്. പക്ഷേ ഇത് മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചാണ് വിത്ത് പോട്ടാണ് 1500 രൂപ. പിന്നെ നമ്മൾ തെച്ചിയുടെയൊക്കെ കളക്ഷൻ. തെച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് ഐറ്റംസും അല്ലാതെ നാടൻ തെച്ചികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 ചേച്ചിമാരുണ്ട്, അവർ നമ്മുടെ കൂടെ വരും. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്ന സമയം ഒരു 4 മണി ആ ഒരു ടൈമിലാണ്. ഞങ്ങൾക്ക് കുറച്ച് ബോഗൺവില്ല മേടിക്കാനായിട്ടാണ് വന്നത്. ആ കൂട്ടത്തിലാണ് ഇവിടെ എല്ലാം ഒന്ന് നടന്ന് കാണുന്നത്. അപ്പോൾ ഈ ബോഗൺവില്ല എല്ലാം ഇവർ നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒക്കെ നമുക്ക് ഒരുപാട് ചെടികളുടെ പേരുകളൊന്നും എനിക്ക് അറിയാത്തതുമുണ്ട്. ബിഗോണിയയുടെയൊക്കെ ഒത്തിരി കളക്ഷനുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ ബിഗോണിയാസൊക്കെ അവർ റേറ്റ് ഇട്ടിരിക്കുന്ന 150 അങ്ങനെയൊക്കെ റുപ്പീസ് ഉണ്ട്. അത് പ്ലാന്റിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ കുറച്ച് ഓർക്കിഡ്സൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി ഷഫ്ലേറ പ്ലാന്റ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ഇത് സാധാരണ വലിപ്പമല്ല, ഒരു വലിയ പോട്ടിൽ നമ്മൾ ഈ മെയിൻ പിന്നെ വല്ല ഹോട്ടൽസിലൊക്കെ ഉണ്ടാവുമല്ലോ, റിസപ്ഷൻ ഏരിയയിലൊക്കെ ഒത്തിരി വലുതായി കാണുന്ന തരം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇൻഡോറായിട്ട് വെക്കുന്ന ഫിലോഡെൻഡ്രോൺസ് ആണ്. അത് 3000-3500 അങ്ങനെയൊക്കെ റേഞ്ച് ഉണ്ട്, വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഫേൺസും ഓർക്കിഡ്സും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ പലതുണ്ട്. ഫ്ലവറിനനുസരിച്ച് അവരവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവർ ഇല്ലാത്ത ടൈമാണ്, എന്നാലും നമുക്ക് ഏത് ടൈപ്പാണെന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫേൺസൊക്കെ 200 രൂപ, 110 രൂപ അങ്ങനെയൊക്കെ പല റേഞ്ചിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാത്തിനും പ്രൈസ് ടാഗ് ഉള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷനില്ല. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഒത്തിരി ഫോക്സ് ടെയിൽ ഫേൺസ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മഴയും വെയിലൊന്നും കൊള്ളാത്ത ഒരു സ്ഥലമായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒത്തിരി നനവ് വേണ്ടാത്ത അല്ലെങ്കിൽ ഒത്തിരി വെയിൽ വേണ്ടാത്ത ചെടികളൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയ പന മുതൽ കുഞ്ഞൊരു കാക്ടസ് വരെ അത്രയും വെറൈറ്റി പ്ലാന്റ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊരു ഹൈടെക് നഴ്സറി ആയതുകൊണ്ട് തന്നെ ഇവർ തന്നെ ഒരുപാട് പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ടും അല്ലാതെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ഹോൾസെയിൽ വില പോലെയൊക്കെയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗം നോക്കി, ഇത് കംപ്ലീറ്റ് മിനിയേച്ചർ ആയിട്ടുള്ള ആന്തൂറിയംസ് ആണ്. ഇതൊന്നും ഒത്തിരി വലിപ്പം വെക്കില്ല, എന്നാലും ഏത് സമയവും പൂക്കളും ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ വളങ്ങളെ പറ്റിയിട്ടാണെങ്കിലും എല്ലാത്തിനെ പറ്റിയിട്ടും അവർ ആധികാരികമായിട്ട് നമ്മളോട് പറഞ്ഞും തരുന്നുണ്ട്. ഈ മിനിയേച്ചർ ആന്തൂറിയത്തിനൊക്കെ 300 ഒക്കെയാണ് റേറ്റ് ഉള്ളത് കേട്ടോ. ഫേൺ 290. ഇതിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ വായിക്കുന്നത്. ഞാനിതെല്ലാം ഒന്നും അവരോട് ചോദിച്ചിട്ടില്ല. പെനിവേർട്ട് ഉണ്ട് ഇവിടെ ഇടയിൽ കൂടെയൊക്കെ. പിന്നെ ഇത് കണ്ടില്ല, ഡബിൾസ് ബാക്ക് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്, ഗ്രീനിഷായി കാണുന്നത്. അതൊക്കെ ഇൻഡോറായിട്ട് വെക്കാവുന്ന പ്ലാന്റ്സ് ആണ്, നമുക്ക് അധികം നനയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ ഒട്ടുമിക്ക പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് CC പ്ലാന്റിൻ്റെയൊക്കെ സെക്ഷൻ. അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും കെയറും പ്രൊപ്പഗേഷനും ഒക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതും ഫിലോഡെൻഡ്രോൺസ് ആണ്.
ഫിലോഡെൻഡ്രോൺ, നമ്മുടെ വെറ്റിലയുടെ ഒക്കെ ഇല പോലെ ഇരിക്കുന്ന ഫിലോഡെൻഡ്രോൺ. പിന്നെ ഫിലോഡെൻഡ്രോൺ ലൈം ലൈറ്റ്, ആ കളർ കണ്ടില്ലേ, പിസ്ത കളർ വരുന്നത് ലൈം ലൈറ്റ്. പിന്നെ നമ്മുടെ നിത്യകല്യാണി പോലത്തെ. പിന്നെ ഇത് കലാത്തിയ സെക്ഷനാണ്, താഴെ നല്ല പതിഞ്ഞിരിക്കുന്നതൊക്കെ കലാത്തിയാസ് ആണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ മുറ്റത്തൊരു പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കാൻ പറ്റിയ, ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പുല്ല് പോലത്തെയൊക്കെ ചെടികൾ. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ, ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. ഇത് ഫിലോഡെൻഡ്രോൺ ആണ്. ബാക്കി ചെടികളുടെ വിശേഷമൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.